അല്ലെ? വിചാരിച്ചാൽ എല്ലാം പറയും. പക്ഷെ ആ വിചാരത്തിലെത്താൻ ഇത്തിരി ബുദ്ധിമുട്ട്. സാധാരണക്കാർ വരുള്ളൂ. ഇന്നലെ കിടന്നിറങ്ങിയവരെ ഓർമ്മ, ഇന്നലെ കഴിച്ചവരെ കഴിക്കുക, ഇന്നലെ കിട്ടിയവരോട് തന്നെ ഇരിക്കുക, ഇന്നലെ കിട്ടിയവരോട് തന്നെ കഥ പറയുക. പിന്നെ പുതിയ വഴിയാണ് തേടുന്നില്ലല്ലോ. പിന്നെ പുതിയ വഴിക്കാണ് എത്തിച്ചത്. സംതിങ് ഡിഫറെന്റ് വഴി ചെന്നാൽ പുതിയ ലോകത്ത് നടത്താൻ കഴിയും. ഈ ഭൂമുഖത്ത് ഒരുപാട് അവസരമുണ്ട്. അങ്ങനെ ഒഴുകി പ്രവർത്തിക്കാൻ നിങ്ങൾ APJ അബ്ദുൽ കലാമിന്റെ ഭാഷയിൽ പറഞ്ഞാൽ ഈ നൂറ്റാണ്ടിലെ വസന്തമാണ് ഡയറക്ടർമാരെ. മുഴുകി പ്രവർത്തിക്കാൻ ഇത്ര മൂല്യമുള്ള അവസരം ഒരു സാധാരണക്കാരി നൂറ്റാണ്ടിലില്ല. പരമദരിദ്രനും ധനികനായി തീരാൻ ഒരു സൂപ്പർ വേയാണ് ഡയറക്ട് മാർക്കറ്റിംഗ് APJ അബ്ദുൽ കലാം. ഈ അവസരം ഉപയോഗപ്പെടുത്തിയില്ലെങ്കിൽ ഈ വസ്തുത കിട്ടൂല. എങ്ങനെയാണെങ്കിൽ എന്റെ അവസ്ഥ എങ്ങനെ, ഇവിടെയാണ് എങ്ങനെ. അങ്ങനെ ഈ ഓരോ കാര്യം കഴിഞ്ഞപ്പോൾ അദ്ദേഹം അവസാനം 8ാമത്തെ വരെ വന്നപ്പോൾ ഞാൻ ചോദിച്ചു, സാർ ഈ 2ാമത്തെ കിട്ടുന്നതാണ് നിങ്ങൾ പറഞ്ഞത്, ഇത് കിട്ടിയോ? കോഴിക്കോട്ടോ മലപ്പുറത്തോ? കണ്ണൂർ ഇല്ല, എറണാകുളത്ത് ഇല്ല, വയനാട്ടിലായാലും ആരും തന്നെ പാട്ട് കിട്ടാത്ത പണിയാണ് എനിക്ക് തരുന്നത്. തുടക്കം തന്നെ എന്താ ഇപ്പൊ പ്ലാൻ കിട്ടില്ലേ 2,10,000 വരെ കിട്ടുന്ന അവർ പറഞ്ഞത് അല്ലെ? നിമിഷം വേണം പറഞ്ഞെന്താണ് 2,10 വരെ കിട്ടും. പക്ഷെ അത് 1,200 കേട്ടില്ല. ഈ വന്നിരിക്കുന്നതിന്റെ വയ്യ ഈ 2,10 തന്നാൽ കിട്ടിയാൽ ഞാൻ നടക്കും. പിന്നെ ചോദിക്കാം അഥവാ കിട്ടിയില്ലേണ്ടാവും സാധ്യതയില്ല, സാധ്യതയില്ല. അപ്പോൾ എല്ലാം ആലോചിക്കില്ല അഥവാ കിട്ടിയപ്പോൾ ഞാൻ 1,200 വാങ്ങിയൊക്കെ 100ാമത്തെ സ്റ്റെപ്പിലേക്ക് ചാടി കയറില്ല. 1ാമത്തെ കാര്യം 4ാമത്തെ കാര്യം കയറി പോകുന്ന നിങ്ങൾക്ക് പഠിക്കാം. 1 തുടങ്ങണം കയറി പോകാൻ. വേഗത്തിലാക്കിയത് നിങ്ങൾ സമ്മർദ്ദമാണ്. തുടങ്ങുന്ന 2 കയറി പിടിക്കുക. പെട്ടെന്ന് നടക്കും. ഒരിക്കലും 2 നിലവാരം സമയം തമ്മിൽ വന്ന സമയം നിങ്ങളെ പരിചരണം പോലെ വേഗം പിടിപ്പിച്ച് പോട്ടായി മാറും. അതിന്റെ തീരെ ഇറങ്ങി മനസ്സിലാക്കുക. അപ്പൊ ഇത് പിടിച്ചു പോയാൽ സൂപ്പറാണ്. ഇത്ര എളുപ്പത്തിൽ ഇത്ര വേഗതയിൽ സഹകരണത്തോടെ കൊണ്ടുപോകാൻ പറ്റുന്ന വേറൊരു അവസരം ഉറപ്പാണ്. അങ്ങനെ അദ്ദേഹത്തോട് ഞാൻ ചോദിച്ചു, അത് 2 വർഷം കിട്ടിയില്ല, ഒരു വയനാടില്ല. ഞാൻ പറഞ്ഞു ഇപ്പഴി ആർക്കെങ്കിലും 10,000 കിട്ടുകയാണെന്നില്ല. അവസാനം ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് എന്ത് കിട്ടി? അയാളെ സംസാരം കേട്ടപ്പോൾ ഞാൻ വിചാരിച്ചു കഴിഞ്ഞ വെള്ളിയാഴ്ച 17 ലക്ഷം മേടിച്ചത് 2,10,000 അത് പറയുന്നത് പോയി കിട്ടും. കിട്ടുമെന്ന് അദ്ദേഹം പറഞ്ഞുള്ളൂ. ഞാൻ നിങ്ങൾക്ക് എന്ത് കിട്ടി? എനിക്ക് കിട്ടുമല്ലോ ഒരുണ്ട് എങ്ങനെയുണ്ട്. പക്ഷെ അയാൾക്ക് ലക്ഷ്യബോധമുണ്ട്. നമ്മളാണെ തളർന്നുകൂടി നീ വന്നിട്ട് വേണം എനിക്ക് അതേ കിട്ടാതെ സത്യമാഷേ ഉത്തരേന്ത്യയിൽ ആരൊക്കെയോ 2 വാങ്ങിയിട്ടുണ്ട്. പക്ഷേ ആരെങ്കിലും ഒരാൾ ഇതുപോലെ 2 വാങ്ങിയാൽ ഞാൻ വാങ്ങിയിരുന്നു ഉറപ്പാണ്. അതേപോലെ ഒരു വഴിയിൽ ഒരാൾ വലിയ വിജയം നേടിയിട്ടുണ്ടെങ്കിൽ അയാൾ ചെയ്ത് അതേ പണി എടുത്താൽ നമ്മൾ വിജയിക്കും. പിന്നെന്താ ഞാൻ അറിയാം, ഞാൻ വാങ്ങുന്ന കഴിയും കൂടെ നിങ്ങൾക്ക് വായിച്ചു ഉറപ്പ്. എന്റെ പേര് MS പ്രസാദ്. ഞാൻ പുറത്ത് കണ്ടിട്ടില്ല, കേരളത്തിൽ ഒരു സ്ഥലത്ത് ഔട്ട്ലെറ്റില്ല. 1,000 രൂപ കണ്ട് വാങ്ങിയൊരു പടത്തിന് കണ്ടിട്ടില്ല. പക്ഷെ അദ്ദേഹത്തിന് സംസാരിക്കട്ടോ ഞാൻ ആലോചിച്ചു, ഒന്നുമില്ല സോപ്പ്, പേസ്റ്റ്, ഹെയർ ഓയിൽ, ഹാൻഡ് വാഷ്. ഇത് ഇവിടെ നല്ല കടയിൽ ഞാൻ വാങ്ങണല്ലോ. സൂപ്പർ ക്വാളിറ്റിയുള്ള സാധനം 1-2 പോലെ എക്സ്പയർ ചെയ്തു. എനിക്കെന്ത് നഷ്ടം? അതിന്റെ കൂടെ 2,000 കിട്ടുന്നു എനിക്ക് സംശയം. ഇതൊന്നും കിട്ടാത്തതാണ് കടയിൽ വാങ്ങാൻ എനിക്ക് സംശയമില്ലല്ലോ.